ഇല്ലെങ്കിൽ ഈ ജനലോളൊന്ന് വന്നാലും മതി. രേണു, രേണു, വേണ്ട. രേണു. അങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടാൻ പോണില്ല. എത്രമാത്രം വിളിക്കണം? ഇതെന്തൊരു ഉറക്കമാകണ്ണ ഇത്. ഉടുപ്പ് പോലും മാറ്റാതെ എഴുന്നേറ്റ് താഴോട്ട് ചെല്ല്. അമ്മ വിളിക്കുന്നു. എന്തിനാ? ആരെയോ വിളിച്ചോണ്ട് വരാൻ. ഒന്ന് വേഗം ചെല്ല് കണ്ണാ. എന്തായാലും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ സമ്മതിക്കില്ല. തുറന്ന് സമ്മതിക്കുക നല്ലത്. ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. എന്താ വല്യമ്മ? എന്തൊരു ഉറക്കപാടായത് ഉച്ചവരെ. നീ എന്ന് ആ പപ്പനാവുള്ളയോട് ഒന്ന് ഇത്ര വരെ വരാൻ പറ. സൈക്കിളിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നാലും മതി. ഈ ഗുളിക ഭക്ഷണം കഴിഞ്ഞ് 3 നേരം കഴിച്ചോളൂ. പഥ്യം പാലിക്കാൻ മറക്കണ്ട. അരിഷ്ടം തീരുമ്പോ വൈദ്യര് വന്നിട്ട് വാങ്ങിച്ചോളൂ. കോഴിക്കൽ എന്തോ വലിയ പ്രശ്നം. ഉടനെ ചെല്ലാൻ വല്യമ്മാവൻ പറഞ്ഞു. ഓ, എന്താ കുഞ്ഞെ പ്രശ്നം? ഇപ്പൊ പറഞ്ഞാലും രക്ഷപ്പെടാം, അല്ലേ കണ്ടു തീർക്കാം. കേട്ടോ പരമേശ്വര, അതേ വിശ്വശങ്കരം വൈദ്യരുടെ കടയെന്ന് കുറച്ച് രശന കുളിച്ചാതി എണ്ണ. ആ, എന്താണാവോ? ഇന്നലെ ഇവിടുന്ന് ഒരു സാധനം മോഷണം പോയി. ഓ, ഒരു സ്വർണ്ണ പാദസരം. വെളുപ്പിനെ പോലെ തപ്പുക ഒരിടത്തും ഇല്ല. അന്യരെന്ന് പറയാൻ ഇവിടെ ഇപ്പോ 3-4 ജോലിക്കാരേ ഉള്ളൂ. ഇതിനോടൊക്കെ പുറത്തൊന്നും ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്തായാലും എടുത്തതാരാണെന്ന് മഷീട്ട് നോക്കിയാൽ തെളിയുമല്ലോ. ഈശ്വരനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോളൂ. വല്യമ്മാവ ഒന്നുകൂടെ എല്ലായിടത്തും നോക്കിയിട്ട്. ഇനി എവിടാ നോക്കാൻ ബാക്കിയുള്ളത്? ആരെയൊക്കെ വേണ്ട വെച്ചാ വിളിച്ചോളൂ സഹായത്തിന്. ഇവിടെ വാ. ഇവനെ കൊണ്ട് നോക്കിച്ചാ മതി. ഒന്ന് കുളിപ്പിച്ചോളൂ. ഒന്ന് പോടോ. ചുടലെന്ന് പൊടിക്കുന്നേ ചുടലക്കാളി, തീന്ന് പൊടിക്കുന്നേ ഭദ്രകാളി. ചുടലെന്ന് പൊടിക്കുന്നേ ചുടലക്കാളി, തീന്ന് പൊടിക്കുന്നേ ഭദ്രകാളി. ചുടലക്കാളി ചുടലക്കാളി, ചുടുചുടലേ ഭദ്രകാളി. അകമല പുറമല കടന്നു വന്ന് മലയും ഉരുക്കളുമൊക്കെ ഒഴിഞ്ഞ് ശകുനത്തിൽ തിരിഞ്ഞു മറിഞ്ഞ് മറിഞ്ഞു തിരിഞ്ഞ് തിരിമറിച്ച് മല മറിച്ച് കാണാക്കണ്ടം കണ്ടെടുത്ത് കാണാപ്പണ്ടം കുഴിച്ചെടുത്ത് ഊരാക്കുരു കഴിച്ചെടുക്ക് ഭദ്രകാളി. മഷീത് കരിമഷി, കാരക്കരിമഷി, ചുടലക്കരിമഷി, കയ്യിൽ തളിരാം തിരുവറ്റിലയിൽ ചാഞ്ഞുകിടക്ക് ഭദ്രകാളി. വല്ലതും കാണുന്നുണ്ടോ? ഇല്ലേ? നോക്ക്. കുത്തുപോലെ പൊട്ടുപോലെ മിന്നുപോലെ പൊണ്ണുപോലെ മഷിപ്പുറത്ത് നോക്കി 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 കണ്ടു ചൊല്ലു ഭദ്രകാളി. വല്ലതും കാണുന്നുണ്ടോ? ഇല്ലേ? ചരടുപോലെ കൊള്ളുപോലെ തൊഴിലുപോലെ മിന്നി മിന്നി മഷിപ്പുറത്ത് നോക്കി 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 കണ്ടു ചൊല്ലു ഭദ്രകാളി. സത്യം പറ, കാണുന്നില്ലേ? കാണാം. എന്ത് കാണാം? രാധിക ചേച്ചിയുടെ പാദസരം. ആരെടുത്തു ചൊല്ല്? അതാരെടുത്തു ചൊല്ല്? കണ്ടെടുത്തു ചൊല്ല് ഭദ്രകാളി. ആരെടുത്ത്? ആരെടുത്തു ചൊല്ല്? ചൊല്ല്. വേഗം ചൊല്ല്. വേഗം ചൊല്ല്. ചൊല്ല്. വേഗം ചൊല്ല്. ആരൊക്കെ ചൊല്ല് ഭദ്രകാളി. വേഗം ചൊല്ല്. ഭഗവതിപ്പറ. അമ്മൂമ്മേ, ഭഗവതിപ്പറ.
എന്ത് ഭഗവതി പറ. സംശയിക്കാൻ എന്തിരിക്കുന്നു? ഭഗവതി തന്നെ, സാക്ഷാൽ പൂക്കോളങ്ങര ഭഗവതി. പണ്ടൊക്കെ ഈ കോഴിക്ക് അന്ന് അമ്പലിയാ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ പേരിനല്ലേ കൊടുപ്പൊക്കെ. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? വന്നു, പലിശ അടക്കം എടുത്തോണ്ട് പോയി. അല്ലാണ്ടെന്താ? ഇപ്പൊ തൃപ്തിയായില്ലേ എല്ലാവർക്കും? ഗോപാലകണിയാനെ വിളിപ്പിക്കണം. ഭഗവതിയുടെ പിണക്കം തീർക്കാൻ എന്താ പരിഹാരം എന്ന് കണ്ടുപിടിക്കണം. ആ ആ ദക്ഷിണ. ആ ദേ, അറിഞ്ഞോ? ഭഗവതിയുടെ പിണക്കം തീർക്കാൻ പ്രശ്നം വെക്കാൻ പോകുന്നു. ഈ ഭഗവതിക്കും ഉണ്ടോ പിണക്കം? ഇപ്പൊ 2 ഭഗവതികൾക്കും ഓരോ പാദസരം. നന്നായി അല്ലേ? എന്തേ ഒന്നും മിണ്ടാത്തെ? എന്റെ മുമ്പ് മാത്രം എന്താ ഈ ഗമ? ഗോഡ് ഈസ് ലവ്. ഗോഡിനെന്തര ലവ്? ഇത് വേണ്ട. ഇതിൽ മറ്റെന്തെങ്കിലും തിന്നു, എന്തെങ്കിലും. എന്നിട്ട് എനിക്ക് തന്നേക്കും, ഞാൻ വെച്ചേക്കാം. തരൂ. ഞാൻ പോവാ. ആരെങ്കിലും കണ്ടാലെന്താ? എന്റെ അല്ലേ മുറപ്പെണ്ണ്. ഞാൻ പോവാ. നിക്ക്. പാദസരം വേണ്ടേ? എന്താ തൊട്ടാ കറുത്തു പോവൂ? മുറിയിലേക്ക് പോവായിരുന്നു. എന്നിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോ അവള് കുളി കഴിഞ്ഞിറങ്ങാൻ പോവായിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്നു. ഓ, എന്നിട്ട് നാണിച്ച് വിളറി അവൾ നിന്നു. കഥകളിലൊക്കെ നമ്മൾ വായിക്കില്ലേ, ഈ കാൽനഖം കൊണ്ട് കളം വരച്ചു എന്നൊക്കെ? അതുപോലെ ഞാൻ പയ്യെ കണ്ണുകൊണ്ട് എന്റെ അടുത്തേക്ക് വിളിച്ചു. അപ്പോ അവള് മെല്ലെ വന്നു. പോടാ. സത്യം. അമ്മയാണോ സത്യം? എന്നിട്ട് ഞാൻ അവളുടെ കൈവിരലിൽ പിടിച്ചു. എന്നിട്ട് അതിലിട്ട് കൊടുത്തു ഒരു കിസ്. അപ്പോ അവള് കൈ മെല്ലെ വലിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാ. ആരെങ്കിലും വരും. നിക്ക്. ഇഷ്ടമാണോ എന്നെ? എങ്കിലൊന്ന് പറഞ്ഞേ. എന്ത്? ഇഷ്ടമാണെന്ന്. പോരാ, പറയണം. കണ്ണേട്ടനറിയാലോ എന്ത്? എനിക്കിഷ്ടമാണെന്ന്. എങ്കിലീ കവിളിലൊരു ഇഷ്ടം തരട്ടെ. ഇപ്പോഴോ? എന്താ ഇപ്പൊ തന്ന തരട്ടെ? ഭയങ്കരമായ പുളു. എന്നാ വേണ്ട, വിശ്വസിക്കണ്ട. എന്തിനാടാ എന്നോട് ഈ പുളു? ഞാൻ പറഞ്ഞോ വിശ്വസിക്കാൻ? ദേ, ഇത് കണ്ടോ? അവളുടെതാ. എനിക്ക് തന്നിരിക്കുക, എപ്പോഴും ഓർക്കാൻ. നിനക്കറിയില്ല, ഇപ്പോഴൊക്കെ ഞാൻ ചെല്ലാതെ അവൾ ഉണ്ണില്ല, ഞാൻ ഉറങ്ങാതെ അവൾ ഉറങ്ങില്ല. അറിയോ? സത്യമാണോടാ? സത്യം. എന്നാ അമ്മയെ കൊണ്ട് സത്യം ചെയ്തേ. എന്തിനാ? വേണ്ടെന്നേ. ഞാൻ പറഞ്ഞൊക്കെ കള്ളവാ. കള്ളവാ. എന്നാ അത് നോക്കട്ടെ ആ പാസരം. എന്തിനാ? അല്ല, റോഡ് വല്ലതും ആണെന്ന് അറിയാലോ. നീ ഒന്നും നോക്കണ്ട, ഞാൻ പോവാ. അവൾ എന്നെയും കാത്ത് ഇപ്പൊ ഉണ്ണാതിരിക്കായിരിക്കും. എടാ, നിന്റെ സ്പോഞ്ചിനെ എനിക്കൊന്ന് കാണണമല്ലോ. ഇപ്പൊ നീ കാണണ്ട ഗോപു. ദാ ആ കടത്തുവഞ്ചി കണ്ടോ? കണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവളെയും വെച്ച് ആ വഞ്ചിയിൽ വരും. അപ്പോഴും നീ ഏതെങ്കിലും കടവിൽ നിന്ന് കണ്ടോ? ഒച്ചയൊന്നും ഉണ്ടാക്കി വെക്കരുത്. അവളെന്റെ മടി കിടന്ന് ഉറങ്ങുമായിരിക്കും. മക്കളെ, നിങ്ങളൊക്കെ ഊണ് കഴിച്ചോ? എന്നാ വേണ്ടല് അല്ല ടിക്കറ്റ് കിട്ടത്തില്ല. ചെല്ലേ.
എടാ എടാ റോഡോടെ എന്തിനാടാ എന്നോട് ഇതൊക്കെ? സ്പോഞ്ച് കൊള്ളാം, നല്ല ഉഗ്ര സ്പോഞ്ച്. പക്ഷേ നിന്റെ ഉപ്പാപ്പൻ വിചാരിച്ച കിട്ടത്തില്ല. ചെല്ല് വേഗം ചെല്ല്, അവൾ നിനക്ക് വേണ്ടി ഉണ്ണാതെ കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ എങ്ങനെ കടുത്തുഞ്ചി വരുമ്പോ ഒച്ച ഉണ്ടാക്കരുതല്ലേ? ഇല്ല, മിണ്ടില്ല. നീ നോയിക്കോ, ഞാൻ കൊണ്ടുവരും. അയ്യോ പേടിപ്പിക്കല്ലേ. കൊണ്ടുവരും ഗോപു, നീ കണ്ടോ. കാണാം. ശരി, കാണാം. ഏയ്, ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടില്ലേ? എന്തിനാ? അത് വന്നിട്ട് പറയാം. വേണ്ട, ഞാൻ പോവാ. രാധിക മോളെ, ഇന്ന് രേണുകുഞ്ഞിന് മേലാത്തതാ. സപ്പക്കാവില് ദീപം കൊളുത്തുന്നോ? അയ്യോ പിന്നെന്താ, ഞാൻ തന്നെ കൊളുത്തിക്കോളാം. ഒന്ന് വിളിച്ചാ വരാൻ എന്താ ഇത്ര പ്രയാസം? ഇപ്പൊ കണ്ടില്ലേ ഞാൻ മഷീട്ട് വരുത്തിയത്? എന്തിനാ ദീപം ഊതിക്കെടുത്തിയത്? സർപ്പങ്ങളും എന്നെ പോല ഇരുട്ടാ ഇഷ്ടം. ഞാൻ പറഞ്ഞു